വെറും 55,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി 1,25,000 രൂപ. പ്രൈസ് വരുന്നത് 55,000 രൂപ കൊടുക്കാം. 2000 നീറ്റ് ആൻഡ് ക്ലീൻ ഡിസയർ വെറും 1,40,000 രൂപ. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ, പക്ക ആണെങ്കിൽ എടുത്താൽ മതി. എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് ഇതൊരു 35,000 രൂപ കൊടുക്കാം. ഫൈനൽ 35 രൂപ. 2010 29 വരെ പേപ്പർ നമുക്ക് 95,000 രൂപ ഫൈനൽ കൊടുക്കാം. 95 രൂപ പ്രൈസ് വരുന്നത്. 65,000 രൂപ കൊടുക്കാം. 2008 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ള കുറെ ഫുൾ ലോണും കൊടുക്കാം. 2017 വണ്ടി 2,35,000 രൂപ ഓഫർ പ്രൈസ് ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ ബെസ്റ്റ് ചോയ്സിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സ്റ്റോക്കൊക്കെ മാറി. ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ഉണ്ട്. ഞാനിവിടെ നല്ല കളക്ഷൻ ഉണ്ടല്ലേ? ഞാനിവിടെ നല്ല കളക്ഷൻ ഉണ്ട്. കേട്ടൻ ബഡ്ജറ്റ് കാറുകളിൽ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, ബെസ്റ്റ് ചോയ്സ് നിങ്ങൾക്കറിയാം. അത്യാവശ്യം നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി വന്ന സ്ഥാപനമാണ്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പേപ്പറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വിലക്കുറവിൽ നല്ല വണ്ടി കൊടുക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തോടെ ചെയ്യുന്നൊരു ഷോപ്പാണ്. ആ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. വരുമ്പോൾ പിന്നെ എന്തെങ്കിലും വിശേഷം? സുഖം പോയിരിക്കുന്നല്ലോ. എന്തൊരു അതൊരു വിഷമിച്ചിരിക്കുന്നവരാണല്ലോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ RT വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ പേര് മാറണമെങ്കിൽ അതേമാതിരി റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ റീടെസ്റ്റ് നമുക്ക് വേറെ ജില്ലക്കാർക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമോ? ആവശ്യമുണ്ടോ? നമ്മുടെ ഈ തൊട്ടടുത്ത പരിധിയിലൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റവർക്ക് അതിനുള്ള ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കാം. അങ്ങോട്ടേക്ക് തന്നെ ചെയ്യാൻ കൊടുക്കും. ഓക്കെ, ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെയാണ് 2010 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടമാണ്. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വരിക. അപ്പോൾ നമ്മുടെ ജനപ്രമ ഫസ്റ്റ് വേണ്ടി നമുക്ക് ബഡ്ജറ്റ് കാര്യം തുടങ്ങാമല്ലേ? നാനോ ആണ്. 2011 സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 11. ചെറിയ ബോഡി ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, KL01 രജിസ്ട്രേഷൻ വണ്ടി. പക്ഷേ ബോഡി ഈ ചെറിയ പെയിന്റിങ്ങിന് ഇഷ്യൂ ഉണ്ടല്ലേ? അതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ബമ്പറൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനേ ഉള്ളൂ. മെക്കാനിക് കണ്ടീഷനൊക്കെ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷനെല്ലാം കൊള്ളാം. അതെ. 2011 വണ്ടിയോ? 11. അപ്പോൾ 26 പേപ്പർ ഉണ്ടല്ലേ? അതെ. കിലോമീറ്റർ എത്ര ആയിട്ടുണ്ടോ? ഇതിൻ്റെ കിലോമീറ്റർ 50-55,000 ഓടിയിട്ടുള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. അതെ. AC ഇല്ലാത്ത മോഡലല്ലേ? അതെ. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് ഇതൊരു 35,000 രൂപ കൊടുക്കാം. ഫൈനൽ 35 രൂപ. 2011 നാനോ 35,000 രൂപ. കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമൊന്നും. കണ്ടീഷൻ വണ്ടി ധൈര്യമായിട്ട് എടുത്തു പോകും. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. 2008 മാരുതി 800 ആണ്. 8 മോഡലാണ്. AC വരുന്ന MBFI ആണ്. 8 AC ഉള്ള വണ്ടി. AC ഉള്ളത്. ഓക്കെ, കിലോമീറ്റർ എത്ര ആയി? ഇതിൻ്റെയൊക്കെ കിലോമീറ്റർ ഒക്കെ 1 lakh അടുപ്പിച്ച് ഓടി. വണ്ടി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. വണ്ടി കുഴപ്പമില്ല. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷനൊക്കെ ഒരു 50%. ബാക്കിൽ കൊള്ളാം. ഫ്രണ്ടിൽ ഒരു 50% ടയർ ഉണ്ടല്ലേ? ഓക്കെ, വലിയ കുഴപ്പമില്ല. ഒരു എടുത്ത് പഠിക്കാനും കണ്ടീഷനൊക്കെ ഉണ്ടല്ലേ? അതെ. MBFI വണ്ടി അല്ലേ? MBFI വണ്ടി. AC വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. എഞ്ചിൻ കണ്ടീഷൻ വേറെ പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 65,000 രൂപ കൊടുക്കാം. 2008 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. MBFI ആണ്. AC ആണ്. 65 രൂപ. വെറും 65,000. നമ്മുടെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഡിസയർ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അലോയ്സ്, 4 ഡോർ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. മോഡൽ ഏതാ? എല്ലാം പെർഫെക്റ്റ് ആണ്. 2008 28 വരെ പേപ്പർ. 28 വരെ പേപ്പർ ഉള്ള വണ്ടി. ഓക്കെ, ഇതെങ്ങനെ ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ? ഓഫറിൽ കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ടൊരു ഫാമിലിക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷനൊക്കെ നീറ്റ് ഉണ്ടോ? സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ ഉണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓർഡർ പോലുണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല ഈ വണ്ടിയിൽ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടീഷൻ വണ്ടിയാണല്ലോ? വേറെ ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് വണ്ടി എടുത്ത് ഓടാം. ബോഡിയൊക്കെ നീറ്റാണോ? അല്ലെ സ്ക്രാച്ചസ്? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയർ ഭാഗം എല്ലാം പക്ക. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 1,40,000 രൂപ കൊടുക്കാം. 2008 നീറ്റ് ആൻഡ് ക്ലീൻ ഡിസയർ. എഞ്ചിൻ കണ്ടീഷൻ വെറും 1,40,000 രൂപ. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ? പക്ക. ആണെങ്കിൽ എടുത്താൽ മതി. AC എല്ലാം വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. 1,45 28 പേപ്പർ ഉണ്ട്. അതെ. അപ്പോൾ അടുത്ത വണ്ടി നാനോ 2012 ആണ്. വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് സിംഗിൾ ഓണർ ആണ്. 2 പുതിയ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർ 19,000 കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ ജെന്യൂൻ മോഡലാ? ഏതാണ് മോഡൽ? ഏതാ പറഞ്ഞത്? മോഡൽ 12 ആണ്. 12. ഓക്കെ, 27 പേപ്പർ ഉണ്ടല്ലേ? അപ്പോൾ അതെ. ഇന്ത്യയിലൊക്കെ നീറ്റാണ് കേട്ടോ. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് AC വരുന്ന ടൈപ്പ് അല്ലേ? AC വരുന്ന ടൈപ്പാണ്. AC വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടയർ രണ്ടും പുതിയ ടയർ ഉണ്ടല്ലേ? അതെ, രണ്ടിന് പുതിയതുണ്ട്. ബാക്കിൽ ഒരു 60% ടയർ ഉണ്ട്.
ഓക്കെ, ഇത് കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? 40,000 രൂപ കൊടുക്കാം. 40 രൂപ. 2012 സിംഗിൾ ഓണർ വണ്ടി, 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കിലോമീറ്റർ 40,000 രൂപ. കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ? ജെനുവിൻ ആണ്. ഓക്കെ. അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ. 2010 സെക്കൻഡ് ഓണറാണ്. 55,000 കിലോമീറ്റർ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 10 വണ്ടി 55,000 കിലോമീറ്റർ. ടെസ്റ്റ് കഴിഞ്ഞാണോ 10 ആകുമ്പോൾ? 25 ലാസ്റ്റേ വരുന്നുള്ളൂ. ഈ വർഷം അവസാനമാണല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ഗുഡാണ് കേട്ടോ. ഒരു 70% ടയർ ഉണ്ട്. ബ്രോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. സർവീസ് എങ്ങനെയാണ്? പുറത്താണോ കമ്പനിയാണോ? കമ്പനി സർവീസിനാണല്ലേ? വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ, വണ്ടി കൊള്ളാം. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നത്. ഇന്റീരിയർ ഒക്കെ പക്കയാണ്. ഹെഡ്ലൈറ്റ് ചെറിയ മങ്ങലേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ സീറ്റ് ബാക്കിൽ കവറുണ്ട്, ഫ്രണ്ടിൽ ഫാബ്രിക്കാണ്. JVC സ്റ്റീരിയോ ഇരിപ്പുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് AC മാത്രമല്ലേ? പവറിൻ്റെ വരുന്നില്ല? ഇല്ല. ഓക്കെ. LXi ആണ് വേരിയൻറ്റ്. അതെ. അപ്പോഴെങ്ങനെ പ്രൈസ്? 1,25,000 രൂപ കൊടുക്കാം. 2010 കേട്ടൺ, വെറും 55,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി, 1,25,000 രൂപ. അടുത്ത വണ്ടി ഓൾട്ടോ 800. 2017 ഓൾട്ടോ 800 സിംഗിൾ ഓണർ വണ്ടിയാണ്. 76,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. കമ്പനി സർവീസ് തന്നെയാണല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഓക്കെ. വണ്ടി നീറ്റാണ് കേട്ടോ, സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ എല്ലാം ഓക്കെ. ടയർ ബാക്കിൽ 70%, ഫ്രണ്ടിൽ പുതിയ ടയറും കിടപ്പുണ്ടല്ലേ? അതെ. ഫ്രണ്ടിൽ പുതിയ ടയർ അല്ലേ? അതെ അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഈ സൈഡും കുഴപ്പമൊന്നുമില്ല, നീറ്റാണ് കേട്ടോ. കാഴ്ചയിൽ പ്രശ്നമൊന്നുമില്ല. വേറെ 70,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് AC വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിങ്. ഒരു സോണിയുടെ സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഈ വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. ഒന്നും സർവീസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ്? 2,35,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ ഫുൾ ലോണും കൊടുക്കാം. 2017 വണ്ടി, 2,35,000 രൂപ. ഓഫർ പ്രൈസ് ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഏറെക്കുറെ ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കും. അപ്പം അടുത്ത വണ്ടി മാരുതി 800. 2006 MBFI ആണ് വണ്ടി. MBFI വണ്ടി. AC ഉള്ളതാണ്. AC വർക്കിംഗ് അല്ല, ടോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം, മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം, ഓടിക്കാനൊക്കെ ഓക്കെയാണ്. കുഴപ്പമാണ്. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. AC വർക്കിംഗ് അല്ലല്ലേ? AC ഉള്ള വണ്ടി. AC ടോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 55,000 രൂപ കൊടുക്കാം. 2006 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള. അടുത്ത വണ്ടി നാനോ എങ്ങനെയാ? 2014 പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത മോഡലാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓക്കെ. പവർ സ്റ്റിയറിംഗ് ഇല്ല, AC മാത്രമേ വരുന്നുള്ളൂ. ആ ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ് അവിടെ, കുഴപ്പമില്ല. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരും? 2014 സിംഗിൾ ഓണർ വണ്ടി. നമുക്കൊരു 55,000 രൂപ കൊടുക്കാം ഫൈനലി. 55,000 രൂപ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അപ്പോൾ ജെറമോ അടുത്ത വണ്ടി ഫോർഡ് ഐക്കൺ അല്ലേ? ഫോർഡ് ഐക്കൺ ഡീസലാണ്. ന്യൂ ഷേപ്പ് ആണ്. ഓക്കെ. മോഡൽ ഏതാ? 2009 29 വരെ പേപ്പർ ഉള്ള വണ്ടി. 4 വർഷം പേപ്പർ ഉണ്ട്. ഡീസലാണ്. ഓടി മുതലാക്കാം. നിലവിൽ 4 വർഷം പേപ്പർ ഉണ്ട്. 4 വർഷം ഓടിയാൽ തന്നെ ഈ വണ്ടി മുതലാവും. അലോയ്സ് ഒക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ബാക്കിൽ വലിയ കുഴപ്പമില്ല, ഫ്രണ്ട് ആവറേജ് ആണ്. ബോഡി കണ്ടീഷനും ഓക്കെ. ബോഡിയിൽ ഭയങ്കര വിഷയങ്ങളൊന്നുമില്ല. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളാം, ഓടിക്കാൻ പക്കയാണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്രയാണെന്നറിയോ? കിലോമീറ്റർ 1 ലാഖിന് മേളിൽ ഓടി കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓടിക്കാൻ പെർഫെക്റ്റ് ആണ് വണ്ടി. എടുത്ത് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ. AC ഒന്നും തെറ്റ് പറയാനില്ല വണ്ടിയിൽ. AC വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇവിടെ നിന്നൊന്ന് എടുക്കാമല്ലോ. അതെ. ഇത് വന്നിട്ട് ഫിയസ്റ്റയുടെ എഞ്ചിനാണ് വരുന്നത്. ഐക്കൺ. മൈലേജ് വന്നിട്ട് എന്തായാലും ഒരു 20 അടുപ്പിച്ച് മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. 18 മേളിൽ എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഫോർഡ് ഐക്കൺ നമ്മുടെ ഡീസൽ 2009 ഡീസൽ 29 വരെ പേപ്പർ. നമുക്ക് 95,000 രൂപ ഫൈനൽ കൊടുക്കാം. 95 രൂപ. അപ്പോൾ ജെർമോ അടുത്ത വണ്ടി ഷവർലെ ഏവിയോ. 2008 സിംഗിൾ ഓണറാണ്. 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. 28 പേപ്പർ ഉണ്ട്. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ. ഓണർഷിപ്പ് സിംഗിള്. കിലോമീറ്റർ 80,000 മേളിൽ ഓടിയിട്ടുണ്ട്. 80,000 മേളിൽ ഓടിയിട്ടുണ്ട് അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടി? വേറെ ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് ഓടിക്കാം. സിംഗിൾ ഓണറാണ്. ഡോക്ടർ യൂസ് ആണ് വണ്ടി. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, ചെറുതായിട്ട് അഴുക്കുണ്ട്. സ്റ്റീരിയോ കൺവേർട്ടിൻ്റെ ഇരിപ്പുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു
70% ടയറുണ്ട് കേട്ടോ. 4 ടയറും നല്ല കണ്ടീഷൻ ഉണ്ട് അല്ലേ? അതെ. ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങലുണ്ട്. ബോഡിക്ക് വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഉണ്ട്. ഹെഡ്ലൈറ്റ് ഒരു മങ്ങലേ ഉള്ളൂ. അതെ. ഓക്കെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരു വിഷയമില്ല. അപ്പോൾ എങ്ങനെ പ്രൈസ്? 2008 വണ്ടിയാണ്, 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. നമുക്ക് വെറും 90,000 രൂപ കൊടുക്കാം. 90,000 രൂപ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി നാനോ 2014 പവർ സ്റ്റിയറിംഗ് AC വരുന്ന ടൈപ്പാണ്. 14 വണ്ടി. ഓക്കെ, വണ്ടി കൊള്ളാം, നീറ്റാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. കിലോമീറ്റർ ആയി? കിലോമീറ്റർ വന്നിട്ട് 60,000 കിലോമീറ്റർ ആയി. 60,000 കിലോമീറ്റർ ആയില്ലേ? ഓണർഷിപ്പ് സെക്കൻഡോ? ആ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ അല്ലേ? നീറ്റാണ്. ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെറിയൊരു ഡാമേജ് ഉള്ളൂ സീറ്റ് കവറിന്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലോ. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ? പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ടെസ്റ്റ് ആണല്ലേ? 2014 പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? 95,000 രൂപ കൊടുക്കാം ഫൈനൽ. 95 രൂപ. 2014 വണ്ടി, 60,000 കിലോമീറ്റർ, വെറും 95,000 രൂപ. ജെറിബ്രോ അടുത്ത വണ്ടി സ്പാർക്ക്. ഷെവർലെ സ്പാർക്ക് ആണ്. 2010 ആണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 10 വണ്ടി വളരെ വില കുറച്ച് കൊടുക്കാൻ വേണ്ടി. 10 ടെസ്റ്റ് കഴിഞ്ഞോ? ടെസ്റ്റ് ഈ വർഷം വരുന്നേ ഉള്ളൂ. സമയം ആയില്ലേ അല്ലേ? ഇല്ല. ഓക്കെ, LS ആണ്. ചെറിയ ബോഡിയൊക്കെ ചെറിയ സ്ക്രാച്ചസ്, ചെറിയ ഡെന്റ് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത്യാവശ്യം ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെക്കാനിക് കണ്ടീഷനൊക്കെ പക്കയാണ് കേട്ടോ. AC വർക്ക് ചെയ്യുന്നുണ്ടോ ബ്രോ? AC ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷേ മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് വണ്ടി. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? സോണിയുടെ സ്റ്റീരിയോ. ടയർ 4 മോശമാണ് കേട്ടോ. ഓക്കെ, ടയർ മാറേണ്ടി വരും. ഒരു ടയർ കൊള്ളാം, ബാക്കി 3 ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വില? 55,000 രൂപ കൊടുക്കാം. 55. 2010 സ്പാർക്ക്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ? എഞ്ചിൻ പക്കയാണ്. വണ്ടി ഓടും, കുഴപ്പമില്ല. പേപ്പർ ഉണ്ടല്ലോ? അതെ. കാരണം നമുക്ക് വില കുറയ്ക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ പേപ്പറിന് ഇഷ്യൂ വന്നിട്ടില്ല. പേപ്പറുള്ള വണ്ടിയിലൂടെ ഉള്ളൂ. എല്ലാ വണ്ടിക്കും പേപ്പർ കാണുമല്ലോ, പേര് മാറി കൊടുക്കാനും പറ്റുമല്ലോ. ശരി, ഓക്കെ.